വൈസ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട MS തങ്ങൾ മദനി ഉസ്താദ്, അതുപോലെ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസ്സലാം ദാരിമി ആലമ്പാടി ഉസ്താദ് അടക്കമുള്ള പ്രാർത്ഥന നടത്തിയ സയ്യിദ് ഹംദുള്ള തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ സയ്യിദന്മാർ, പണ്ഡിതന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഹിബ്ബീങ്ങളെ, കേരള മുസ്ലിം സമുദായത്തിന്റെ ആധികാരിക പരമോന്നത പരമാധികാര പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം കാസർഗോഡ് ജില്ലയിലെ നമ്മുടെയൊക്കെ തൊട്ടടുത്തായ കുണിയിൽ വെച്ച് 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ നടക്കുകയാണ്. അതിന്റെ പ്രചരണ പ്രവർത്തനം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം 100 കർമ്മ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതിന്റെ കർമ്മ പദ്ധതി പ്രഖ്യാപനവും സമ്മേളനത്തിന്റെ പ്രചരണ ഉദ്ഘാടനവുമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമുക്കറിയുന്നത് പോലെ കേരള മുസ്ലിം സമുദായത്തിന് ദിശാബോധം നൽകിയ ആത്മീയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് സമസ്തക്ക് രൂപം നൽകിയിട്ടുള്ളത്. അന്നത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള പ്രഗത്ഭരായ സമസ്തയുടെ പണ്ഡിതന്മാരും സയ്യിദന്മാരും കൂടി അവര് ഇങ്ങനൊരു സംഘടനാ സംവിധാനത്തിന് രൂപം നൽകുമ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ സമസ്ത രൂപീകരിച്ചത് മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നിരവധി സംഘടനകൾ, ഉപസമിതികളൊക്കെ വളരെ നല്ല രീതിയിൽ ഓരോ സാഹചര്യം അനുസരിച്ച് രൂപീകരിക്കുകയും അത് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ ഓരോ സംഘടന, അതിൽപ്പെട്ട ഏറ്റവും ചെറിയൊരു സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. SKSF-നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് സമസ്തയുടെ പണ്ഡിതന്മാർക്ക്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ ഉസ്താദന്മാർ പറയുമ്പോൾ അവര് പറയുന്നത് അതേപടി അനുസരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിന് ശക്തി പകരുക എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSF ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. നമുക്കറിയുന്നത് പോലെ സമസ്ത ഓരോ കാലങ്ങളിലും ഓരോ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുമായി വന്നാൽ, ആത്മീയ തട്ടിപ്പ് നടക്കുകയാണെങ്കിൽ, അതുപോലെ ബിദ്അ പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ, അങ്ങനെ ഓരോ കാലങ്ങളിലും നമുക്കറിയുന്ന തബ്ലീഗ് ജമാഅത്ത് വന്നപ്പോൾ, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇവിടെ നമ്മുടെ മുസ്ലിം സമുദായത്തിനിടയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ആര് വരുമ്പോഴും മഹാരഥന്മാരായ 40 അംഗ മുഷാവറ പണ്ഡിതന്മാർ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനത്തിനോടൊപ്പം നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിച്ച് അവർക്ക് ശക്തി പകരുക എന്നുള്ളതാണ് SKSF ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇന്നും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമുക്കറിയുന്നത് പോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് നമ്മുടെ എല്ലാമായി നമ്മൾ അത്രയും ആദരിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട സൂഫി വര്യന്മാരായ പണ്ഡിതന്മാർ, സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങളും, അതുപോലെ ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ് അടക്കം, ഇവിടെയുള്ള അബ്ദുസ്സലാം ദാരിമി ഉസ്താദ് അടക്കം, പ്രഗത്ഭരായ ഉസ്താദ് അടക്കം നിരവധി നമ്മുടെ 40 അംഗ മുഷാവറ പണ്ഡിതന്മാരായ, ഇന്നിവിടെ വരാൻ പോകുന്ന സൂഫി വര്യനായ വാക്കാട് ഉസ്താദ്, അങ്ങനെ നിരവധി പണ്ഡിതന്മാരടങ്ങുന്ന 40 അംഗ മുഷാവറയുണ്ട്. ആ മുഷാവറയുടെ തീരുമാനത്തെ അതേപടി അനുസരിച്ച ചരിത്രമാണ് SKSF-നുള്ളത്. ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേക ലക്ഷ്യങ്ങൾ
ലക്ഷ്യങ്ങളില്ല. ഞങ്ങൾ വെറുതെ ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്. SKSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ പറയുന്നുള്ളത്, ഞങ്ങളുടെ ഉലമാക്കൾ, ഞങ്ങളുടെ പണ്ഡിതന്മാര്, ഞങ്ങളുടെ നേതാക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ, ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ് ഞങ്ങളോട് പറയുമ്പോൾ അത് അതേപടി അനുസരിക്കുന്നവരാണ്. ഞങ്ങളോട് ഒരു പരിപാടി സംഘടിപ്പിക്കണ്ട എന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അതേ സമയം തന്നെ ഞങ്ങൾ ആ പരിപാടി നിർത്തിവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കും അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതുപോലെയുള്ള ഉഖ്റവിയായ പണ്ഡിതന്മാർക്കും ശക്തി പെരുകുക എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വ്യക്തിപരമായിട്ട് SKSF-ൽ പ്രവർത്തിക്കുമ്പോൾ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന പലരുമുണ്ട്. നമ്മളെല്ലാവരും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്. പലർക്കും പല രാഷ്ട്രീയമുണ്ടാകാം. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മുസ്ലിം ലീഗുകാരാണ്. അതേപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പിൻപറ്റുന്നവരാണ് പ്രവർത്തിക്കുന്നുള്ളത്. പക്ഷേ ഈ രണ്ട് യോജിച്ചുകൊണ്ടാണ് അതാണ് നമുക്ക് കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയും അതേ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിനോടൊപ്പം നിൽക്കുമ്പോൾ, നമ്മുടെ പണ്ഡിതന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ ലീഗ് വിരുദ്ധരും അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് നമ്മളെ ഇടയിൽ തന്നെ പലരും പ്രവർത്തിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇതിനെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് വരണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരോട് പറയാനുള്ള 100ാം വാർഷികം ഇവിടെയാണ്, കാസർഗോഡ് ജില്ലയാണ്. അത് നമുക്കൊക്കെ വലിയ അഭിമാനമാണ്. 100ാം വാർഷികം ആഘോഷം കാസർഗോഡ് ജില്ലക്ക് കിട്ടിയ ഏറ്റവും വലിയ അഭിമാനമാണ്. നമുക്കിന് ഭാവിയിലുള്ള തലമുറയോട് പറയാം, ഭാവിയിലൂടെ ചരിത്രത്തിൽ നമുക്ക് പറയാനുള്ള നമ്മുടെ മക്കളോട്, നമ്മുടെ മരുമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ് 100ാം വാർഷികത്തിന്റെ ഭാഗമായി എന്നുള്ളത്. അത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കാസർഗോഡ് ജില്ലയിലെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്തയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ് 100ാം വാർഷികം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇവിടെ ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, 100ാം വാർഷികാഘോഷം ഇൻഷാ അല്ലാഹ് അത് ചരിത്ര സംഭവമാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികാഘോഷ പരിപാടി നമുക്ക് ഏറ്റവും വലിയൊരു പരിപാടിയാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരെയും ഇടപെടൽ ഉണ്ടാകണം. നിങ്ങളുടെ മഹല്ലുകൾ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കണം, പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മഹലിലെ എല്ലാ വീടാന്തരങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ഇതിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച എത്രയോ പ്രവർത്തകന്മാരുണ്ട്. നമ്മുടെ SKSF എന്ന് കാസർഗോഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മുടെ ഇവിടെയും അതുപോലെ വിദേശത്തുമുള്ള എത്രയോ സഹോദരങ്ങൾ പ്രവാസ ലോകത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് ശക്തി പകരാൻ, ഞങ്ങൾക്ക് പിന്തുണ നൽകാൻ എത്രയോ പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട എത്രയോ സഹോദരങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നെഞ്ചേറ്റിയ പ്രവർത്തകന്മാരാണ്. എന്ന് വെച്ചാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഞങ്ങളുടെ എല്ലാം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെ സയ്യിദുൽ ഉലമയെ ഷെയ്ഖുനാ ആലിക്കുട്ടി ഉസ്താദിനെ പാണക്കാട് സാദാത്യങ്ങളെയൊക്കെ നെഞ്ചേറ്റിക്കൊണ്ട് മുന്നേറുന്ന എത്രയോ പ്രവർത്തകന്മാർ പ്രവാസ ലോകത്തും മറ്റുമോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഏത് പരിപാടി സംഘടിപ്പിക്കുമ്പോഴും അവരാണ് നമുക്കൊക്കെ പിന്തുണ നൽകാറുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അങ്ങനെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും SKSF-നെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. കൂടുതലൊന്നും സംസാരിക്കാതെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടുക്കുകയാണ്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ നിന്ന് പല ഉമറാക്കളും നമ്മോടൊപ്പം സഹകരിക്കുന്നവരുണ്ട്. അതുപോലെ പലരും പ്രയാസത്തിലാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി തുരുത്തി എന്ന് പറയുന്ന പ്രിയങ്കരനായ നമ്മുടെ സമസ്തയുടെ അനുശേദ്യനായ സീനിയർ വൈസ് പ്രസിഡന്റ് ഷെയ്ഖുനാ ഉസ്താദ് അവറുകൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
അതുകൊണ്ട് നമ്മുടെ എത്രയോ ഉമറാക്കൾ, മുഹമ്മദ് കുഞ്ഞി തുരുത്തി എന്ന് പറയുന്ന നമ്മുടെ കഴിഞ്ഞ റമദാൻ പ്രഭാഷണം നടക്കുമ്പോഴൊക്കെ നമ്മോടൊപ്പം നിന്നുകൊണ്ട് സംഘാടകനായി SKSF പ്രവർത്തകനായി നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് കുഞ്ഞി തുരുത്തി. അദ്ദേഹം വളരെ പ്രയാസകരമായ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിശ്രമത്തിലാണ്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു എല്ലാ രോഗവും പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ നിരവധി ഹമീദ് ചേരങ്ക എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എത്രയോ നേതാക്കൾ, ബഹുമാനപ്പെട്ട മുസ്താഖൊക്കെ വളരെ പ്രയാസമായ അവസ്ഥയിലാണ്. എന്നിട്ടും നമ്മുടെ പരിപാടിക്കൊക്കെ വരുന്നത്. എന്ത് വിളിച്ചാൽ SKSF ഏത് പരിപാടിക്ക് ക്ഷണിച്ചാലും ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ വളരെ നല്ല രീതിയിൽ നമ്മോടൊപ്പം നിൽക്കുന്ന, നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മഹാവ്യക്തിത്വമാണ് ശൈഖുനാ ഉസ്താദ് അവറുകൾ. എല്ലാത്തിനും പിന്തുണ നൽകുന്ന നമുക്കൊക്കെ ഒരു കരുത്താണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് ബഹുമാനപ്പെട്ട ഉസ്താദ് നൽകുമാറാവട്ടെ. ദീർഘകാലം നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കാൻ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവെടുപ്പുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാവട്ടെ, ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സലാംദാരി ഉസ്താദ് എന്ത് ഇത് പറഞ്ഞാലും നമ്മുടെ സമസ്തയുടെ ഉറച്ച നിലപാടിന്റെ ശബ്ദമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങൾ ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയുന്ന മഹാനായ നമ്മുടെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ശൈഖുനാ അബ്ദുസ്സലാം ദാരി ഉസ്താദ് അവറുകൾ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മസ്തങ്ങൾ മദ്ദിനടക്കം അങ്ങനെയുള്ള എത്രയോ നേതാക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളൊക്കെ SKSF സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ നമ്മോട് ഇടപെടുന്ന വ്യക്തിത്വമാണ്. അതുപോലെ നമ്മുടെ തോക്ക് ഉസ്താദ് സുഖമില്ലാതെ വീട്ടിലാണ്. തോക്ക് ഉസ്താദ് വരാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇന്ന് ജില്ലാ മുഷാവറയിലൊക്കെ പങ്കെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഉസ്താദിനും വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അല്ലാഹു ഹിമ്മത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു ഈ പ്രസ്ഥാനത്തിന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഈ സമസ്തയുടെ പ്രവർത്തനത്തിന് നന്നായി നാട്ടിലൊക്കെ സജീവമായിട്ട് ഇടപെടുക. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മൾ ആരെയും ഭിന്നിപ്പിക്കേണ്ടവരല്ല, നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അതാണ് നമ്മുടെ നായകന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആരെയും മാറ്റി നിർത്തേണ്ടവരല്ല, നമ്മൾ എല്ലാവരും ചേർന്ന് പഠിപ്പിക്കണം. പക്ഷേ നമ്മുടെ ആശയാദർശങ്ങൾ, അതിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. നമ്മൾ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ ഏതൊരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയെയും നമ്മൾ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അത് നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ എല്ലാവരും ഉൾക്കൊള്ളുന്ന, ഏകദേശം ഭൂരിപക്ഷം ആൾക്കാർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, സാമുദായിക പാർട്ടിയാണ്. അതിനെയും നമ്മൾ കുറ്റപ്പെടുത്താറില്ല. പക്ഷേ പലരും നമ്മളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാവരും അതിനൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനനായ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ സമസ്തയുടെ ഉപാധ്യക്ഷ ഉസ്താദാണ്. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയുടെ കരുത്തനായ പ്രസിഡന്റ് സുബൈർ ദാരിമി പടനാവറകളാണ്. ഉസ്താദ് അവറുകളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കർമ്മ പദ്ധതി, നൂറിന കർമ്മ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുന്നത് ബഹുമാനനായ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ കുമ്പൂർ തറവാട്ടിന്റെ പൂമുത്ത് സയ്യിദ് KS അലി തങ്ങൾ അവറുകളാണ്. അലി തങ്ങളെ വിളിച്ചിരുന്നു, പക്ഷേ തങ്ങള് അസുഖം കാരണം പ്രയാസം അറിയിച്ചിട്ടുണ്ട്. ഒരു വോയിസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിവിടെ ആ വോയിസിലൂടെ പ്രഖ്യാപനം നടത്തുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വിശാപനം നടത്തുന്നത് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ പ്രസിഡന്റ് ശൈഖുനാ വാക്കോട് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവറുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കാസർഗോഡ് ജില്ലയുടെ അനിഷേധ്യനായ കാര്യദർശി ഉസ്താദ് അബ്ദുസ്സലാം ദാരി ആലമ്പാട് ഉസ്താദ് അവറുകളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പതാക ഉയർത്തി നമുക്ക് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചെന്ന നമ്മുടെ ഒക്കെ പ്രിയങ്കരനും സമസ്തയുടെ കാസർഗോഡ് ജില്ലാ മുഷാവറ വൈസ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ശൈഖുനാ MS തങ്ങൾ മദനി അവറുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രാരംഭ പ്രാർത്ഥന നടത്തിയ SKSF കാസർഗോഡ് ജില്ലയുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സയ്യിദ് ഹംദുള്ള തങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ SKSF സംസ്ഥാന ഉപാധ്യക്ഷൻ താജുദ്ദീൻ ദാരിമി പടന്ന ഈ പരിപാടിയിൽ പ്രസംഗിക്കും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെയൊക്കെ
കീഘടകമായ മദ്രസ മാനേജ്മെന്റിന്റെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് മാസ്റ്റർ ബളിഞ്ചം ഈ വേദിയിലുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മുഷാവർ ഉസ്താദന്മാർ, അതുപോലെ നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ കാസർഗോഡ് ജില്ലയുടെ അനുശേചനായ പ്രസിഡന്റും SKSF-ന്റെ മുൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ അബൂബക്കർ സാലുദ്ദീൻ നിസാമി, SKSF-ന്റെ കാസർഗോഡ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, SKSF-ന്റെ ജില്ലാ പ്രസിഡന്റായൊക്കെ സേവനം ചെയ്ത ബഹുമാന്യനായ സുഹൈർ അസ്സരി പള്ളങ്കോട് കണ്ടത്തിൽ ആജി അടക്കം ഇവിടെ അഷ്റഫ് ആജി, അങ്ങനെ നിരവധി നമ്മുടെ ഉസ്താദന്മാരും സയ്യിദന്മാരും അതുപോലെ സദസ്സിൽ തന്നെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണുള്ളത്. എല്ലാവരും ഏകദേശം കാണുമ്പോൾ, മുഖങ്ങൾ കാണുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പല മേഖലകളിലും നേത്രനിരയിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് സദസ്സിലൊക്കെ ഉള്ളത്. സാദാജി അടക്കമുള്ള പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ഈ സദസ്സിലൊക്കെ ഉണ്ട്. എല്ലാവരെയും SKSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ SKSF-ന്റെ പ്രിയപ്പെട്ട ജില്ലയിലെ മുഴുവൻ ഭാരവാഹികൾ, എല്ലാ ഭാരവാഹികളും, ട്രഷറർ സയ്യിദ് അസ്സദ് അടക്കമുള്ള എല്ലാ ഭാരവാഹികളെയും, കാസർഗോഡ് മേഖലയുടെ SKSF-ന്റെ പ്രസിഡന്റ് ലത്തീഫ് കൊല്ലമ്പാടി, ജനറൽ സെക്രട്ടറി സുഹൈൽ ഫൈസി അടക്കം, അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന വിക്കായയുടെ പ്രവർത്തകന്മാർ, അലിയുടെ നേതൃത്വത്തിലുള്ള വിക്കായ ഏത് സന്ദർഭത്തിലും ഏത് പരിപാടി സംഘടിപ്പിച്ചാലും അതിനൊക്കെ ഞങ്ങളെന്ന സംഘാടകർക്ക് ഒരു വിഷമമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന വിക്കായയുടെ പ്രവർത്തകന്മാർ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകന്മാർ, നമ്മുടെ എല്ലാ മേഖലകളിലും ഈ പ്രവർത്തനങ്ങളുമായി, പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നമ്മോടൊപ്പം നിന്ന് ഇന്നും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന മീഡിയ പ്രവർത്തകന്മാർ, SKCR അടക്കമുള്ള എല്ലാ നേതാക്കളെയും, അതുപോലെ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ എല്ലാ ഈ നമ്മുടെ പരിപാടികൾ പ്രവാസ ലോകത്തിൽ നിന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന SKSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ എത്രയോ സഹോദരന്മാരുണ്ട്. എന്ത് വിഷമം വന്നാലും SKSF-നെ നെഞ്ചേറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് വിളിച്ചുകൊണ്ട് ഞങ്ങളോട് എല്ലാവിധ പിന്തുണയും പറയുന്ന SKSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന പ്രവാസ ലോകത്തുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും SKSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലങ്ങളെ അതിജയിച്ച വിശുദ്ധ പ്രസ്ഥാനത്തിന് ലോകങ്ങളുടെ തമ്പുരാൻ കനിഞ്ഞേകിയ പൂക്കാലം. ഇൽമിന്റെ ബഹറിലെ ആഴങ്ങളിൽ ചെന്ന് ദീനിന്റെ രത്നങ്ങളെ കണ്ടെടുത്ത തേജസ്വി